ഇത് നമ്മുടെ ആൽബിനോ ടൈഗർ ഓസ്കാറുകൾ ഇടാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ടാങ്കിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്ഡേറ്റ് ആയിട്ട്. ഈ മരങ്ങളുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ടാങ്ക് നിൽക്കുന്നത്. അതുകൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ കൊമ്പും ചിലകളൊക്കെ സൈഡിലേക്കൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ നമ്മൾ വെട്ടി കളഞ്ഞിട്ടുണ്ട്. ബാക്കി നമ്മൾ പിന്നീട് ചെയ്യും. മുമ്പ് ഈ ടാങ്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു പഴയ ടാങ്കാണ്, യൂസ് ചെയ്യാതെ കിടന്നിരുന്ന ഒരു ടാങ്കാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഉൾഭാഗത്ത് കുറച്ച് ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ സിമെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടിഭാഗത്ത് പ്ലാസ്റ്റിക് കവറുകൾ നിരത്തിയിട്ടുണ്ട്. അടിഭാഗത്ത് അത്യാവശ്യം സോഫ്റ്റായിട്ട് കുഷനായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിൽ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഈ ടാർപോളിൻ ഷീറ്റ് പോലെ തന്നെ നമുക്ക് ഈ കടകളിൽ നിന്ന്, ഈ ടാർപോളിനൊക്കെ വാങ്ങുന്ന കടകളിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും. കിലോയ്ക്കാണ് പ്രൈസ് വരുന്നത്. 150 രൂപയ്ക്കൊക്കെ ഒരു കിലോ നമുക്ക് കിട്ടും. അപ്പോൾ അത് വാങ്ങി നമ്മൾ വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ ഒരു ടാർപോളിൻ ഷീറ്റ് വിരിച്ചിട്ടുള്ളത്. ഇത് 70 GS-ൻ്റെയാണ്. നമ്മൾ 12x12 അളവാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ടാങ്കിൻ്റെ ഡയമെൻഷൻ വരുന്നത് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5x4 ആണ്. 5 അടി നീളവും 4 അടി വീതിയുമാണ്. 2.5 അടി ഹൈറ്റും വരുന്നുണ്ട്. സാധാരണ ഞാൻ 90 GS-ൻ്റെ ടാർപോളിൻ അല്ലെങ്കിൽ 120-ൻ്റെയൊക്കെയാണ് വാങ്ങാറുള്ളത്. ഇപ്രാവശ്യം ചെന്നപ്പോൾ 90 ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ 70 എടുക്കാമെന്ന് വിചാരിച്ചു. 70 കുഴപ്പമൊന്നുമില്ല, കുറച്ച് കട്ടി കുറവാണ്. വലിയ മീനുകളെ വളർത്താനായിട്ട് അത്ര സ്യൂട്ടബിൾ അല്ല, എങ്കിലും ഒന്ന് ട്രയൽ അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് ആൽബിനോ ടൈഗർ ഓസ്കാറുകളെയാണ്. ഇപ്പോൾ അവരുടെ സൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് 2.5 ഇഞ്ച് 3 ഇഞ്ച് ആ ഒരു സൈസാണ്. അപ്പോൾ ടാർപോളിന് വലിയ ഭീഷണി കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് വലിയ സൈസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലം തന്നെയാണ്. കാരണം അവർ കടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഓട്ടയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നോക്കിയാൽ മതി കാര്യങ്ങളൊക്കെ. ചില സമയത്ത് പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിനിമം 200 GS അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ 500 GS-ൻ്റെ ടാർപോളിൻ വാങ്ങുന്നതാണ് നല്ലത്. ഇനി ഞാൻ ടാങ്കിൻ്റെ അപ്ഡേറ്റ് പറയാം. അപ്പോൾ ടാർപോളിനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ഫ്രഷ് വെള്ളം അടിച്ച് നിറയ്ക്കുകയാണ് ചെയ്തത് കിണറ്റിൽ നിന്ന്. ഏകദേശം 50% വെള്ളം ഞാൻ അടിച്ച് നിറച്ചു. അതിനുശേഷം നമ്മുടെ മറ്റ് ടാങ്കുകളിൽ നിന്ന് ആൽഗെ വാട്ടർ കളക്ട് ചെയ്തുകൊണ്ട് വന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4-5 ബക്കറ്റ് ഞാൻ ആൽഗെ വാട്ടർ ഇതിലേക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു. അതിനുശേഷം നമ്മൾ വീണ്ടും വെള്ളം അടിച്ച് നിറച്ച് ഈ ഒരു ലെവലിലേക്ക് വെക്കുകയാണ് ചെയ്തത്. മുക്കാൽ ഭാഗം നിറച്ചിട്ടുണ്ട്. അപ്പോൾ ആൽഗെ വാട്ടർ നമ്മൾ നിറച്ചതിന് ശേഷം ഇതുപോലെ അടിച്ച് നിറയ്ക്കുമ്പോൾ നല്ല രീതിയിൽ വെള്ളത്തിലേക്ക് ഓക്സിജൻ ഡിസോൾവ് ആകും. അതുപോലെ തന്നെ ഈ ആൽഗയൊക്കെ നല്ല രീതിയിൽ മിക്സ് ആകും വെള്ളത്തിൽ. ഓൾറെഡി മീനുകൾ കിടക്കുന്ന ടാങ്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുന്നത് റെക്കമെൻഡഡ് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ്, നല്ല ബാക്ടീരിയാസ് ഈ ഒരു വെള്ളത്തിലേക്ക് പെട്ടെന്ന് തന്നെ വന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം ആൽഗയും വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി ആൽഗെ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൊണ്ടും ബെറ്ററാണ്. ആൽഗയും ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് എല്ലാം ഈ ഒരു വെള്ളത്തിലേക്ക് വരും. എന്നിട്ട് നമ്മളൊരു 3 ദിവസം ഇങ്ങനെ കണ്ടീഷൻ ചെയ്യാൻ ഇടുന്നത് നല്ലതാണ്. ഇങ്ങനെ ഇടുന്ന സമയത്ത് എയറേഷൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് എയറേഷൻ കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ പറഞ്ഞു ഈ ഒരു ടാങ്ക് കുറച്ച് ദൂരത്താണ് നിൽക്കുന്നത്. അവിടേക്ക് നമുക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എയറേഷൻ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഈ ഒരു ലൊക്കേഷനിൽ. അപ്പോൾ എന്തായാലും നമ്മൾ 3 ദിവസം ഇത് കണ്ടീഷൻ ആവാനായിട്ട് ഇടുന്നുണ്ട്. അതിന് ശേഷമായിരിക്കും നമ്മൾ മീനുകളെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബെനിഫിഷ്യൽ ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്ന് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം ഇതിനകത്ത് കുറച്ച് ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്ത് ഒഴിച്ചപ്പോൾ അതിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇങ്ങനെ 3 ദിവസം കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നു. അതിനുശേഷം മീനുകളെ ഇട്ട് നമ്മൾ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ പിന്നെ ആ ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്തോളും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പുതിയ ടാങ്ക് ഇതുപോലെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മീനുകൾ കിടക്കുന്ന ടാങ്കിൽ നിന്ന് എപ്പോഴും കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ നൈട്രജൻ സൈക്കിൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ടാർപോളിനും കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡിലേക്ക് വലിച്ചു വെച്ച് ഒരു കയറ് കൊണ്ട് വട്ടത്തിൽ കെട്ടി നീറ്റാക്കുന്നൊക്കെ ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ നെറ്റ് കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് നമ്മൾ നീറ്റാക്കി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതും ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ ടാർപോളിൻ, അതായത് ഇതിനകത്ത് നമ്മൾ ഓസ്കാറുകളെയാണ് ഇടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് മഴവെള്ളം വീഴാനായിട്ട് നമുക്ക് അനുവദിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് മഴക്കാലത്ത് അല്ലെങ്കിൽ മഴ വരുന്ന സമയത്ത് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഇടേണ്ടി വരും. അതുകൊണ്ട് ഇതിൻ്റെ ടാർപോളിൻ എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി. 6x6 ടാർപോളിനാണ്. ഇപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5x4 ഇതിൻ്റെ സൈസ് വരുന്നത് ഈ ടാങ്കിൻ്റെ. അപ്പോൾ 6x6 എന്ന് പറയുന്നത് കറക്റ്റ് അളവാണ്. അപ്പോൾ ടാർപോളിൻ കവർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നെറ്റ് ഞാൻ ഇന്ന് പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സൈസ് തന്നെയാണ്. 2x2 നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതായത് 2x2 മീറ്ററിൻ്റെ പ്രൈസ് 200 എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2x2. ഇതും കറക്റ്റ് സൈസ് തന്നെയാണ്. 2x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡയമെൻഷൻ ഉണ്ടല്ലോ നമ്മുടെ ടാങ്കിൻ്റെ, അതിൻ്റെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ സൈഡിലേക്ക് കുറച്ച് വീണ് കിടക്കാൻ മാത്രം കറക്റ്റ് പാകത്തിനായിട്ട് ഈ സാധനം ഇതിൻ്റെ അളവ് കണ്ടില്ലേ, ഇതേപോലെ തന്നെ നീറ്റായിട്ട് തന്നെ സാധനം നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നെറ്റും കറക്റ്റ് അളവാണ്. അത് കറക്റ്റായിട്ട് തന്നെ വെച്ച് നമ്മൾ ഇഷ്ടിയൊക്കെ വെച്ച് നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 6x6 ടാർപോളിൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഴവെള്ളം വീഴാതിരിക്കാൻ വേണ്ടി കവർ ചെയ്യാനായിട്ട്, അത് ഏകദേശം ഈ ഒരു നെറ്റ് കെടുക്കുന്നില്ല അതുപോലെ വരും. അപ്പോൾ ഈ ഇഷ്ടികയുടെ മുകളിൽ കൂടെ നമ്മൾ ജസ്റ്റ് ടാർപോളിൻ വെച്ച് കവർ ചെയ്ത് അതിൻ്റെ 4 ഭാഗത്തും കയറ് കെട്ടി താഴെ കണക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കല്ല് വയ്ക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് സൈഡിൽ ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കും എയർ സർക്കുലേഷന് വേണ്ടിയിട്ട്. കാരണം ഫുള്ളായിട്ട് ഇങ്ങനെ ടൈറ്റ് ഫിറ്റായിട്ട് അടച്ചു വെക്കാനായിട്ട് പാടില്ല. ടാർപോളിൻ നമ്മൾ കവർ ചെയ്യുമ്പോൾ എയർ സർക്കുലേഷൻ വേണം, അല്ലാന്നുണ്ടെങ്കിൽ മീനുകൾക്ക് പ്രോബ്ലം വരും. അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ടാർപോളിൻ കവർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് മഴയൊക്കെ വരുന്ന സമയത്ത്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടാങ്കിൻ്റെ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം നമ്മൾ 2-3 ദിവസം കണ്ടീഷൻ ചെയ്യാൻ ഇട്ടതിന് ശേഷമായിരിക്കും മീനുകൾ ഇടുന്നത്. അപ്പോൾ മീനുകൾ ഇടുന്നത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഫണുകൾ, ഓവർഫ്ലോ സൈഫൺ, അതുപോലെ തന്നെ വാട്ടർ ചേഞ്ച് സൈഫൺ, ഇത് രണ്ടും നമുക്ക് ഉണ്ടാക്കാനുണ്ട്. മഴവെള്ളം ടാങ്കിലേക്ക് വീഴുമ്പോൾ നിറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓവർഫ്ലോ സൈഫൺ യൂസ് ചെയ്യുന്നത്. അതേസമയം വാട്ടർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് വാട്ടർ ചേഞ്ചിനുള്ള സൈഫൺ ഉണ്ടാക്കുന്നത്. രണ്ടും PVC കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഓവർഫ്ലോ സൈഫൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓവർഫ്ലോൻ്റെ ആവശ്യമില്ല, കാരണം മഴവെള്ളം വീഴാനായിട്ട് നമ്മൾ അനുവദിക്കുന്നില്ല. പക്ഷേ ഓവർഫ്ലോ സൈഫൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് വെള്ളം ടോപ്പ് ചെയ്ത് കൊടുത്തിട്ട് അടിഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി വെള്ളത്തിൽ. മഴക്കാലത്ത് നമുക്ക് ചെയ്യാം, വേനൽക്കാലത്ത് നമുക്ക് ചെയ്യാം. അടി ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഓവർഫ്ലോ സൈഫൺ യൂസ് ചെയ്യാം. അപ്പോൾ മീനുകൾ ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ ഓവർഫ്ലോ സൈഫൺ നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യും. അതോടൊപ്പം തന്നെ വാട്ടർ ചേഞ്ച് സൈഫൺ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ മീനുകൾ ഇടുന്ന വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ടാങ്കിൻ്റെ അപ്ഡേറ്റ്.